ഇസ്ലാമിന്റെ ശാന്തസുന്ദരമായ ആശയാദർശങ്ങളെ വക്രീകരിച്ച് പരിഹസിക്കാൻ ശ്രമിക്കുന്ന നവലിബറസത്തിനും യുക്തിവാദ ചിന്തകൾക്ക് മുമ്പിൽ തന്റെ വശ്യസുന്ദരമായ സൗമ്യ സംഭാഷണത്തിലൂടെ ഇസ്ലാമിന്റെ യുക്തിഭദ്രതയെയും ആശയ സമ്പുഷ്ടിയെയും ജനമനസ്സുകളിലേക്ക് സന്നിവേശിപ്പിച്ച പ്രോജ്വല പ്രതിഭ 24 ജനകീയ കോടതി ഫെയിം ടി യു മുഹമ്മദ് ഫാരിസ് പാരന്റിംഗ് എന്ന വിഷയത്തിൽ ആസ്പദമാക്കിക്കൊണ്ട് സംസാരിക്കുന്നു. സാദരം ക്ഷണിക്കുന്നു. Outstanding tone of Islamic ideology. അള്ളാഹു പൂർത്തിയാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഈ വീട് പണിയുന്ന സമയത്ത് എഞ്ചിനീയറൊക്കെ കാണിച്ച് ആർക്കിടെക്റ്റിനെയൊക്കെ കാണിച്ച് കുഴപ്പമില്ലാതെ പണിതില്ലെങ്കിൽ എന്താ പ്രശ്നം? പിന്നെ ആ കുഴപ്പം ഒരിക്കലും പരിഹരിക്കാൻ കഴിയില്ല. പിന്നെ നമ്മൾ ഒരു സ്ഥലത്ത് പണിയുമ്പോൾ മറ്റേ സ്ഥലത്ത് വീഴും. അപ്പൊ വീട് പണിയുമ്പോൾ ഏറ്റവും നല്ല രീതിയിൽ പണിയുക, അപ്പൊ പിന്നെ കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. ഇതെല്ലാവരുടെയും ബാധകമാണ്. ഇസ്ലാമിനെ അവതരിപ്പിക്കുന്ന സമയത്ത്, ഖുർആനിനെ അവതരിപ്പിക്കുന്ന സമയത്തും ശരിയായ രീതിയിൽ അവതരിപ്പിച്ചില്ലെങ്കിൽ എന്താ പ്രശ്നം? ഇതുപോലെ പിന്നെ നമ്മൾ നിരന്തരം പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കേണ്ടി വരും, നിരന്തരം ഓട്ട അടച്ചുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പൊ ഖുർആൻ അത്ഭുതമാണ് എന്ന് ഉൾക്കൊണ്ടവരാണ് നാം എല്ലാം, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വരില്ലായിരുന്നു. എന്താണ് ഖുർആനിന്റെ അത്ഭുതം, എന്താണ് ഖുർആനിന്റെ അമാനുഷികത എന്ന് മനസ്സിലാക്കുന്നോടത്തും നമുക്ക് പിഴയ്ക്കാതിരിക്കണം. പറഞ്ഞു മനസ്സിലായോ? ഖുർആൻ അത്ഭുതമാണ് എന്ന് നമുക്കറിയാം. എന്തുകൊണ്ട് ഖുർആൻ അത്ഭുതമാണ് എന്നതിന്റെ കാരണം നമ്മൾ ശരിയായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പൊ പുതിയ കാലത്ത് ഒരുപാട് ആളുകൾ ഇങ്ങനെ പറയും, ഖുർആനിൽ ശാസ്ത്രീയമായ സിദ്ധാന്തങ്ങളുണ്ട്, ഖുർആനിൽ ശാസ്ത്രീയമായ രഹസ്യങ്ങളുണ്ട്, ഖുർആനിൽ ശാസ്ത്രീയമായ സത്യങ്ങളുണ്ട്, അതുകൊണ്ട് ഖുർആൻ സത്യമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അത്തരം സംസാരങ്ങൾ. ഇതിൽ അപകടകരമായൊരു പ്രശ്നമുണ്ട്. ഖുർആൻ സത്യമാണ്, എന്തുകൊണ്ട്? ഖുർആനിൽ ശാസ്ത്രമുണ്ട്. അപ്പൊ ശാസ്ത്രമില്ലെങ്കിലോ ഖുർആൻ സത്യമാകില്ലേ? അപ്പൊ ഖുർആൻ ശാസ്ത്രീയമാണ് എന്നതല്ല നമ്മുടെ വാദം. ഖുർആന്റെ അമാനുഷികതയുടെ കാരണം അതിൽ ശാസ്ത്രമുണ്ട് എന്നല്ല നമ്മുടെ വാദം, മറിച്ച് ഖുർആൻ സത്യമാണ് എന്നാണ്. ഈ ഒരു പോയിന്റ് മനസ്സിലായാൽ തന്നെ ഇന്നത്തെ ഇരുത്തം നമുക്ക് ഫലപ്രദമായി. ഖുർആൻ അള്ളാഹുവിന്റെ വചനമാണ്, നമുക്ക് തർക്കമില്ല. പക്ഷെ ആ ഖുർആൻ സത്യമാണ് കാരണം അതിൽ ശാസ്ത്രമുണ്ട് എന്നാണ് നമ്മൾ പറയുന്നത് എങ്കിൽ, ശാസ്ത്രം പറഞ്ഞത് നാളെ മാറ്റി പറയും. ഇന്ന് ശരിയാണെന്ന് പറഞ്ഞ് നാളെ തിരുത്തും, ഇന്ന് തെറ്റാണെന്ന് പറഞ്ഞ് നാളെ ശരിയാണെന്ന് പറയും. അതിനനുസരിച്ച് നമ്മൾ ഖുർആന്റെ വിശദീകരണം മാറ്റാൻ പറ്റുമോ? ഒരു ഉദാഹരണം പറഞ്ഞാല്, പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ നമ്മുടെ സ്കൂളിൽ പോകുന്ന കുട്ടികൾ പറഞ്ഞു തരും ബിഗ് ബാങ് തിയറി. അത് ഒന്നുമില്ലാതിരുന്ന സമയത്ത് എന്തൊക്കെയോ എങ്ങനെയോ എവിടെയോ എപ്പോഴോ ഉണ്ടായി, അത് പൊട്ടിത്തെറിച്ചു പ്രപഞ്ചമായി എന്ന്. എന്നിട്ട് നമ്മൾ ഖുർആനിലെ ഒരു ആയത്ത് ഇങ്ങനെ നോക്കുമ്പോൾ ഇതിനോട് സാമ്യം തോന്നുന്നുണ്ട്. അപ്പൊ നമ്മൾ പറയാണ് ഖുർആനിലെ ബിഗ് ബാങ് തിയറിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന്. അങ്ങനെ ഒരു 10 വർഷം കഴിഞ്ഞപ്പോഴോ ശാസ്ത്രലോകം ബിഗ് ബാങ് തിയറി ഉപേക്ഷിച്ച് മറ്റൊരു തിയറി കണ്ടെത്തി എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മളെന്താ പറഞ്ഞത്? ഖുർആനിൽ ബിഗ് ബാങ് തിയറി ഉണ്ടെന്ന്. സയൻസ് ആണെങ്കിൽ ആ തിയറി ഉപേക്ഷിക്കുകയും ചെയ്തു. അപ്പൊ ആളുകൾ നമ്മളെ പരിഹസിക്കില്ലേ, നിങ്ങളല്ലേ പറഞ്ഞത് ഖുർആനിൽ ബിഗ് ബാങ് തിയറി ഉണ്ടെന്ന്. ഇപ്പൊ സയൻസ് അത് കൊണ്ടു നടക്കുന്നില്ലല്ലോ. അപ്പൊ ഈ ഒരു പ്രശ്നം മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമേ ഖുർആനിക പഠനത്തിലേക്ക് നമ്മൾ പോകാൻ പറ്റുള്ളൂ. ഈ രോഗം വന്നാൽ ചികിത്സിക്കുന്നത് നല്ല കാര്യമാണ്, പക്ഷെ ചികിത്സ മോശമായാൽ അതിലും ഭേദം ചികിത്സിക്കാതിരിക്കലാണ് ആണല്ലോ. എന്നതുപോലെ ഖുർആൻ പഠനം നല്ല കാര്യമാണ്, പക്ഷേ വഴിതെറ്റിപ്പോയാൽ ഏറ്റവും അപകടകരമാണ്. ഒരാൾ ഖുർആൻ പഠിച്ചില്ല എന്ന് വിചാരിക്കി, ജനിച്ചു മരിക്കുന്നത് വരെ ഖുർആൻ പഠിച്ചില്ല എന്ന് വിചാരിക്കി, ഖുർആനിന്റെ ഒരു വരിയുടെ പോലും അർത്ഥം അയാൾ മനസ്സിലാക്കിയില്ല എന്ന് വിചാരിക്കി, അയാൾ കുറ്റക്കാരനാകുമോ? അയാൾ കുറ്റക്കാരനാകില്ല. പടച്ചൻ ചോദിക്കൂലേ എന്തുകൊണ്ടിന് ഖുർആൻ പഠിച്ചില്ല എന്ന്. പക്ഷെ ഖുർആൻ പഠനരംഗത്തേക്ക് വന്നു എന്നിട്ട് തെറ്റായി മനസ്സിലാക്കിയാലോ, തെറ്റായി അതിനെ പ്രബോധനം ചെയ്താലോ, അത് അപകടകരമാണ്. അതുകൊണ്ട് വളരെ ഉന്നതമായ കാര്യമാണ് ഖുർആനിനെ പഠിക്കുക, അതിന് അവസരം ഉണ്ടാവുക, അതിന് ആഗ്രഹമുണ്ടാവുക എന്നതൊക്കെ. പക്ഷെ അതിന്റെ പേരിൽ നമ്മൾ കുറ്റക്കാരാകാൻ പാടില്ല. അതിന് വഴിതെറ്റാതെ എന്താണ് ഖുർആനിന്റെ അത്ഭുതമെന്ന് ശരിയാം വണ്ണം മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ തുടങ്ങാണ്. വിശുദ്ധ ഖുർആൻ, സയൻസ്, ഇതിന്റെ താരതമ്യ പഠനം നമ്മൾ ആരംഭിക്കുകയാണ്. ഖുർആൻ എന്താണ് എന്ന് നമുക്കറിയാം അല്ലെ?
ഖുർആൻ എന്താണ്? അള്ളാഹുവിന്റെ വചനമാണ്, ഹുദല്ലിന്നാസാണ്, മനുഷ്യർക്കുള്ള സന്മാർഗ ദർശന ഗ്രന്ഥമാണ്. സയൻസ് എന്താണെന്ന് നമുക്കറിയാം. സയൻസ് എന്ന് പറഞ്ഞാൽ പ്രപഞ്ച പഠനമാണ്, ഭൗതിക യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് പഠിക്കുകയാണ് ശാസ്ത്രം. ശാസ്ത്രം സിദ്ധാന്തങ്ങൾ ആവിഷ്കരിക്കും, എന്നിട്ട് നിരന്തരം നിരീക്ഷണങ്ങൾ നടത്തും. നിലവിലുള്ളത് തെറ്റാണെന്ന് മനസ്സിലായാൽ തിരുത്തും. അപ്പൊ ശാസ്ത്രം സ്വയം തിരുത്തുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലായി. 3 കാര്യം മനസ്സിലായി. ഖുർആൻ അള്ളാഹുവിന്റെ വചനമാണ്, നിത്യസത്യമാണ്, പോയിന്റ് നമ്പർ 1. 2, ശാസ്ത്രം പ്രപഞ്ച പഠനമാണ്, നിലനിൽക്കുന്ന ഭൗതിക യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്, പോയിന്റ് നമ്പർ 2. 3, ശാസ്ത്രം സ്വയം തിരുത്തുന്നതാണ്. അപ്പൊ ഇന്ന് ശരിയാണ് എന്ന് പറഞ്ഞത് നാളെ ചിലപ്പോൾ തെറ്റാണെന്ന് ബോധ്യമായി തിരുത്തും. അപ്പൊ ഓരോ കാലത്തെയും ശാസ്ത്രീയ സത്യങ്ങളായി അവതരിപ്പിക്കപ്പെടുന്നതിനോട് ഖുർആനിനെ ചേർത്ത് നിർത്താൻ പാടുമോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. തീർച്ചയായും അതിന്റെ ഉത്തരം പാടില്ല എന്ന് തന്നെയാണ്. കാരണം എന്തുകൊണ്ട്? എന്താണ് ഖുർആനിന്റെ ലക്ഷ്യം എന്ന് മനസ്സിലാക്കിയാൽ തീരുന്നതേ ഉള്ളൂ ഈ പ്രശ്നം. നമ്മൾ ഇവിടെ ബഹുമാന്യനായ തങ്ങളുടെ നാവിലൂടെ സൂറത്തുൽ ഫാത്തിഹ പഠനാരംഭത്തിന്റെ ഭാഗമായി കുട്ടികളും ഒപ്പം നമ്മളും പാരായണം ചെയ്തു. സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ഒരു പേരുണ്ട്. ഖുർആനിന്റെ എന്താണ് എന്നാണ്? ഖുർആനിന്റെ മാതാവ് ആണ് സൂറത്തുൽ ഫാത്തിഹ. അപ്പോൾ എന്താണോ സൂറത്തുൽ ഫാത്തിഹയുടെ ഉള്ളടക്കം അതുതന്നെ ആകണം എന്തിന്റെ ഉള്ളടക്കം? ഈ വിശുദ്ധ ഖുർആനിന്റെ മറ്റു 113 സൂറത്തുകളുടെയും ഉള്ളടക്കം. എങ്കിൽ നമുക്ക് സൂറത്തുൽ ഫാത്തിഹയുടെ ഉള്ളടക്കം ഒന്ന് നോക്കാം. റെഡിയാണോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹുവിനെ കുറിച്ച് പറയുന്നു, അവന്റെ വിശേഷണങ്ങളെ കുറിച്ച്. അവൻ റഹ്മാനാൻ, റഹീമാണ്. പൂർണ്ണമായി റഹ്മാൻ എന്ന് പറഞ്ഞാൽ ദുനിയാവും തീർന്നു, റഹീം എന്ന് പറഞ്ഞാൽ ആഖിറവും. ദുനിയാവും ആഖിറവും കൂടിയായാൽ ലോകം പൂർണ്ണമായി. അപ്പൊ അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ അവിടെ പറഞ്ഞു. അപ്പൊ ഖുർആനിൽ അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ പറയുന്ന അനേകം വചനങ്ങൾ ഉണ്ടാകും. ഒരുപാട് വചനങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് വർണ്ണിക്കുന്ന വചനങ്ങൾ. അതെല്ലാം ഈ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വചനത്തിന്റെ വിശദീകരണമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. 2-ാം സൂക്തം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാ, സ്തുതികളകിലും നിനക്കു തന്നെ. ഈ വചനത്തിന്റെ വിശദീകരണമാണ്. ഖുർആനിലുള്ള ധാരാളം തസ്ബീഹുകൾ, ധാരാളം സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വൽ അർളി തുടങ്ങുന്ന അള്ളാഹുവിനെ വാഴ്ത്തുന്ന, പുകഴ്ത്തുന്ന, സ്തുതിക്കുന്ന വചനങ്ങളൊക്കെ ഇതിന്റെ വിശദീകരണമായി നമുക്ക് മനസ്സിലാക്കാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അള്ളാഹു റബ്ബുൽ ആലമീനാണ്. ആ വാക്ക് ഗൗരവകരമായി നമ്മൾ ആലോചിക്കണം കേട്ടോ. റബ്ബുൽ ആലമീൻ, പ്രപഞ്ചനാഥൻ. അതിൽ ആലമീൻ എന്ന പദത്തിന്റെ വിശദീകരണമാണ് ഖുർആനിലുള്ള ശാസ്ത്രീയ പരാമർശങ്ങൾ മുഴുവൻ. ഈ പ്രപഞ്ചത്തിന്റെ ഭാഗമായി ഖുർആൻ പറഞ്ഞ ആകാശഭൂമികൾ, നക്ഷത്രങ്ങൾ, സസ്യങ്ങൾ, മരങ്ങൾ, ജന്തുക്കൾ, ജീവികൾ എല്ലാം ആലമീന്റെ പരിധിയിൽപ്പെടും. അപ്പൊ എന്തിനാണ് ഖുർആൻ ശാസ്ത്രീയ സിദ്ധാന്തങ്ങൾ പറയുന്നത് എന്നതിന്റെ പൊരുൾ അവിടെ നിന്ന് നമുക്ക് കിട്ടണം. കാരണം കാണുന്ന ഒരു ചലനമുണ്ട്. കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുമ്പോൾ ചലനം എന്നാൽ ആപേക്ഷികം. അത് ഭൂമിയുടെ കറക്കം കൊണ്ട് നമുക്ക് ബോധ്യമായാലും ചലനം തന്നെ. അപ്പോ ഈ ചലനം നിങ്ങൾക്ക് ബോധ്യമാകും. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ടത് ഇത് തനിയെ ചലിക്കുന്നതല്ല, ഇത് തഖ്ദീറുൽ അസീസുൽ അലീം, ഇത് അള്ളാഹുവിന്റെ കണക്കുകൂട്ടലാണ് എന്ന് ചിന്തിക്കണം. അങ്ങനെ എവിടെയൊക്കെ ശാസ്ത്രീയ പരാമർശങ്ങളാണെന്ന് നമുക്ക് തോന്നുന്ന വചനങ്ങളുണ്ട്, അവിടെയൊക്കെ പറയുന്നത് അള്ളാഹുവിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി. ഇത് നിങ്ങൾ കാണുന്ന യാഥാർത്ഥ്യമാണല്ലോ. കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്ന സൂര്യനെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് ഇത് തനിയെ പോകുന്നതല്ല, ഇത് സംവിധാനിച്ചവനാണ് അള്ളാഹു എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ കിഴക്കുതിച്ച് അല്ലെങ്കിൽ സൂര്യന് ചലനമുണ്ട് എന്ന് പിന്നീട് ശാസ്ത്രം കണ്ടെത്തും. അന്ന് നിങ്ങൾക്ക് ബോധ്യമാകും, അന്ന് നിങ്ങൾ ഞെട്ടും, ഖുർആൻ ഇത് മുൻപേ പ്രവചിച്ചിട്ടുണ്ടല്ലോ എന്ന്. ഇങ്ങനെ അർത്ഥം പറയുമ്പോൾ ഗൗരവകരമായൊരു പ്രശ്നമുണ്ട്. എന്താ ഞാൻ പറഞ്ഞത്? ഖുർആനിലെ ഇത്തരം പ്രപഞ്ച പരാമർശങ്ങൾ നമ്മൾ ഇന്ന് തെറ്റായി പലരും മനസ്സിലാക്കിയതുപോലെ ഭാവിയിൽ ശാസ്ത്രം കണ്ടെത്തും. അക്കാലത്ത് ജനങ്ങൾക്ക് ബോധ്യമാകും ഖുർആൻ അത്ഭുതമാണ് എന്ന്, അതിനു വേണ്ടിയുള്ളതാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചാൽ വളരെ ഗുരുതരമായ പ്രശ്നമാണ്. കാരണം എന്ത്?
അങ്ങനെയാണെങ്കിൽ ഈ വചനം ഇറങ്ങിയ സ്വഹാബത്തിന്, ഇത്ര കാലം ഇവിടെ ജീവിച്ച മുൻഗാമികൾക്ക് ഈ ഖുർആനിക വചനത്തിന്റെ പൊരുൾ കിട്ടിയിട്ടില്ലെന്നല്ല അർത്ഥം. എത്ര ഗുരുതരമാണത്. ഖുർആനിന്റെ വചനങ്ങളുടെ ആശയങ്ങൾ വികസിക്കുന്നതാണ്, തർക്കമില്ല. കാലത്തിന്റെ അറിവ് വർദ്ധിക്കുന്നതിനനുസരിച്ച് ഖുർആൻ കൂടുതൽ വെളിപ്പെടും, തർക്കമില്ല. പക്ഷേ ഖുർആനിക വചനങ്ങളുടെ ലക്ഷ്യം സാധ്യമായിട്ടില്ല എന്ന് പറയാൻ പാടില്ല. ഒറ്റ ഉദാഹരണം പറയാം. മനുഷ്യ ശരീരത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന് ഖുർആൻ ചോദിക്കുന്നു. ഈ ചോദ്യം അക്കാലത്തെ മനുഷ്യർക്കും മനസ്സിലാകണം, ഇക്കാലത്തെ മനുഷ്യർക്കും മനസ്സിലാകണം. ഇക്കാലത്തെ അറിവ് വർദ്ധിക്കുന്നതിനനുസരിച്ച് ഈ വചനം കൂടുതൽ വെളിപ്പെടും. സഹാബത്ത് മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഭൗതികമായി നമ്മൾ പറയുന്നു, അവർ ആന്തരിക ജ്ഞാനങ്ങൾ കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയതിനേക്കാൾ അപ്പുറം മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നവരാണ് നാം. ഭൗതികമായി പറഞ്ഞാൽ സഹാബത്ത് മനസ്സിലാക്കും. മനുഷ്യന്റെ ശരീരം അത്ഭുതമല്ലേ, അത്ഭുതമല്ലേ. നാം ഭക്ഷണം കഴിക്കുന്നു, വിസർജ്യമായി പോകുന്നു, അതിൽ നിന്ന് ഊർജം സമാഹരിക്കുന്നു, നമ്മൾ ഉറങ്ങുന്നു, എഴുന്നേൽക്കുന്നു. അത്ഭുതമാണല്ലോ മനുഷ്യ ശരീരം. ആ അറിവ് മതി ഈ ആയത്തിനെ മനസ്സിലാക്കാൻ. മനുഷ്യ, നീ നിന്റെ ശരീരത്തെക്കുറിച്ച് ആലോചിക്കുന്നില്ലേ? ആ അറിവ് മതി. കാലം പുരോഗമിച്ചോ, ആർജിതമായ അറിവുകൾ വർദ്ധിച്ചോ. ലദുന്നിയായ ഇൽമു നമ്മളെക്കാൾ അവർക്കുണ്ട്. ആർജിതമായ അറിവുകൾ വർദ്ധിച്ചോ. നമ്മൾ മനുഷ്യ ശരീരത്തിലെ അവയവങ്ങളെ കുറിച്ച് കൂടുതൽ കണ്ടെത്തി. അപ്പൊ നമുക്ക് കൂടുതൽ ഈ ആയത്ത് മനസ്സിലായി. ഇത്രയേറെ അത്ഭുതങ്ങൾ സംവിധാനിച്ച മനുഷ്യ ശരീരത്തെ സംവിധാനിച്ച അല്ലാഹുവേ സ്തുതി എന്ന് പറയാൻ കഴിഞ്ഞു. കാലം പുരോഗമിച്ചു, DNA കുറിച്ചുള്ള അറിവ് നമുക്ക് കിട്ടി. അതേ ആയത്ത് കൂടുതൽ നമുക്ക് മുമ്പിൽ വെളിപ്പെട്ടു. പക്ഷെ ലക്ഷ്യം ഒന്ന് തന്നെ. ഈ അത്ഭുതകരമായ മനുഷ്യ ശരീരത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? നമ്മൾ ഖുർആനിൽ കൈവിരലുകളെ കുറിച്ചുള്ള പരാമർശങ്ങളെ കുറിച്ച് കേൾക്കാറുണ്ട്. ഖുർആൻ ഫിംഗർ പ്രിന്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടവരുണ്ടോ? കേട്ടവരുണ്ടെങ്കിൽ കൈവക്കാം. ആരും കേൾക്കാത്തവർ കൈവക്കാം. അവ കൈവക്കാനുള്ള മടി കൊണ്ടാണ്. താഴ്ത്തിക്കോളൂ. അസ്ഥിപഞ്ജരമായി പോയ മനുഷ്യ ശരീരങ്ങൾ എങ്ങനെ പുനർജനിക്കും എന്ന് പരിഹസിച്ച് ചോദിച്ചവരോട് ഖുർആൻ മറുപടി പറഞ്ഞു. സൂറത്തുൽ ഖിയാമയിലുണ്ട്, അവരുടെ കൈവിരലുകളെ ശരിപ്പെടുത്തിയത് ഞാനല്ലേ. എങ്ങനെയാണ് ഈ നുരുമ്പിപ്പോയ അസ്ഥികൾ ഒരുമിച്ച് കൂടുക എന്നാണ് ചോദ്യം. അള്ളാഹു പറഞ്ഞ മറുപടി, ഞാനല്ലേ അവരുടെ കൈവിരലുകളെ ക്രമപ്പെടുത്തിയത് എന്ന്. ഇന്ന് നമുക്ക് മനസ്സിലായി, ഒരു മനുഷ്യന്റെ വിരലടയാളം പോലെ മറ്റൊരു മനുഷ്യന്റെ വിരലടയാളവുമില്ല. ഫിംഗർ പ്രിന്റിനെ കുറിച്ച് നമുക്ക് മനസ്സിലായി. അപ്പൊ നമ്മൾ പറയാണ് ഖുർആൻ ഫിംഗർ പ്രിന്റിനെ കുറിച്ചാണ് പറഞ്ഞത്. ഖുർആൻ ഫിംഗർ പ്രിന്റിനെ കുറിച്ചാണ് പറഞ്ഞത്. മനുഷ്യന്റെ വിരലടയാളം ഇങ്ങനെ ഓരോരുത്തർക്കും വ്യത്യസ്തമാണല്ലോ. ഇങ്ങനെ സംവിധാനിച്ച അള്ളാഹുവിനെ നുരുമ്പിപ്പോയ മനുഷ്യരെ ഒരുമിച്ച് കൂട്ടുന്നതിലാണോ പ്രയാസം? അപ്പൊ ഈ ആയത്തിന്റെ അർത്ഥം ഫിംഗർ പ്രിന്റ് ആണ് എന്ന് ക്ലിപ്തപ്പെടുത്തുന്നതോടുകൂടി സംഭവിക്കുന്ന പ്രശ്നം, ഫിംഗർ പ്രിന്റിനെ കുറിച്ചുള്ള അറിവ് കിട്ടാത്ത ആളുകൾക്ക് ഈ ആയത്ത് മനസ്സിലായിട്ടില്ല എന്നല്ലേ. മാത്രവുമല്ല, ഈ ആയത്തിന്റെ പരിധി ഇനിയൊന്നും വരാനുമില്ല. ഇതിന്റെ അർത്ഥം ഫിംഗർ പ്രിന്റ് ആണ് എന്ന് പറയുന്നതോടുകൂടി ഇതിന്റെ സാധ്യതകൾ അവസാനിക്കുകയും ചെയ്തു. നമ്മൾ എന്ത് നിലപാട് സ്വീകരിക്കേണ്ടവരാണ്? ഈ ആയത്ത് സഹാബത്തിന് മനസ്സിലായി. എങ്ങനെ? കൈവിരലുകൾ വ്യത്യസ്ത വലിപ്പമാണ്, വ്യത്യസ്ത രൂപമാണ്, വ്യത്യസ്ത ആംഗിളിലാണുള്ളത്. അതുകൊണ്ടാണ് ഈ വൈവിധ്യമാർന്ന ക്രിയകൾ ചെയ്യാൻ മനുഷ്യന് സാധ്യമാകുന്നത്. അത് ഇങ്ങനെ വൈവിധ്യമായ കർത്തവ്യ നിർവഹണത്തിന് ഉതകും വിധം കൈവിരലുകളുടെ വലിപ്പവും നീളവും എല്ലാം സംവിധാനിച്ച അള്ളാഹുവിനെ മനുഷ്യരെ സൃഷ്ടിക്കാൻ കഴിയും എന്ന് മനസ്സിലാക്കിയ ആൾക്കും ഈ ആയത്തിന്റെ അർത്ഥം മനസ്സിലായി. എന്നാൽ ഫിംഗർ പ്രിന്റ് ഇതിന്റെ പരിധിയിൽ പെടും എന്നതിന് നിഷേധിക്കേണ്ടതില്ല, അതിലേക്ക് പരിമിതപ്പെടുത്തരുത് എന്ന് മാത്രം. ഫിംഗർ പ്രിന്റ് കൂടുതൽ ആപ്റ്റായി വന്നു. കാരണം നുരുമ്പിപ്പോയ ഒരുപാട് അസ്ഥികൾ ഇവിടെ ഉണ്ട്. അതിനെ ഒരുമിച്ച് കൂട്ടുമ്പോൾ ആരുടെ കൈ ആരുടെ കാലാന്ന് റബ്ബിന് മാറിപ്പോവില്ലേ എന്നൊരു സംശയം ഉണ്ടെങ്കിൽ, വിരലടയാളത്തിലുണ്ട് മനുഷ്യന്റെ ഐഡന്റിറ്റി. അങ്ങനെയാണെങ്കിൽ പിന്നെ അള്ളാഹുവിനെ പുനഃസൃഷ്ടിക്കുക അസാധ്യമല്ലല്ലോ. ഇനി നാളെ കൂടുതൽ ശാസ്ത്രീയ പഠനങ്ങൾ വരുമ്പോൾ ഈ ആയത്ത് ഇനിയും വികസിക്കും. അപ്പോ നിലവിലെ ഒരു ശാസ്ത്രീയ പഠനത്തിന്റെ പേരിൽ ഖുർആനിന്റെ വചനപ്പൊരുളുകളെ, അതിന്റെ ആശയങ്ങളെ പരിമിതപ്പെടുത്തരുത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഖുർആനിന്റെ ആശയങ്ങൾ ഇങ്ങനെ വികസിച്ചു വരും. മാത്രമല്ല, ഇന്ന് ബോധ്യമായ ഈ ശാസ്ത്ര സത്യമാണ് ഖുർആനിന്റെ പൊരുൾ എന്ന് വന്നാൽ മുൻഗാമികൾക്ക് ഇത് കിട്ടിയിട്ടില്ലെന്നല്ല അർത്ഥം. ചിലപ്പോൾ നമ്മളൊക്കെ അറിയാതെ പറഞ്ഞു പോകാറുണ്ട്.
അക്കാലത്തെ ജനങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ ഖുർആനിലുണ്ട് എന്ന്. ഞാനൊരു കാര്യം ലോജിക്കലി ചോദിക്കുന്നു, ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾക്ക് മറുപടി ആലോചിക്കാം. 6-ാം നൂറ്റാണ്ടിലെ അറബികൾക്ക് അറിയാത്ത ഒറ്റ കാര്യവും ഖുർആനിൽ ഇല്ല എന്ന് വിചാരിക്കുക. ഇറ്റ്സ് എ ലോജിക്കൽ പോസിബിലിറ്റി. അത് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും മുൻഗാമികൾക്ക് അറിയാമെന്ന് വിചാരിക്കുക. BC 500 ജീവിച്ചിരുന്ന, ഗ്രീക്കിൽ ജീവിച്ചിരുന്ന ആളുകൾക്ക്, അതിനു മുമ്പത്തെ ആളുകൾക്ക്, ഈജിപ്തിൽ ജീവിച്ചിരുന്നവർക്കൊക്കെ ഖുർആനിൽ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ അറിയാമെന്ന് വിചാരിക്കുക. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മുൻഗാമികൾക്ക് അറിയാത്ത അറിവുകൾ ഖുർആനിൽ ഉണ്ടാകണമെന്ന വാശി നമുക്കുണ്ടാവും? ഒരു വാശിയില്ല. ഇല്ലാത്ത അവകാശവാദങ്ങളുമായി നമ്മൾ മുൻപോട്ട് പോകരുത്. ഇതിന്റെ അർത്ഥം ഇല്ലെന്നല്ല, ഉണ്ടാകൽ അനിവാര്യമല്ലെന്നാണ്. എന്തുകൊണ്ട്? വിശുദ്ധ ഖുർആൻ ആരുടെ വചനമാണ്? അള്ളാഹുവിന്റെ. അള്ളാഹു അവതരിപ്പിച്ച ഏകവചനമാണോ ഖുർആൻ? ഏകവേദമാണോ ഖുർആൻ? അല്ലല്ലോ. മുൻപ് അള്ളാഹു വേദങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ആദ്യത്തെ പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ല, അവസാന ദൂതരാണ്. 1.25 ലക്ഷം പ്രവാചകർ വന്നിട്ടുണ്ട്, അവർക്കൊക്കെ വഹി ലഭിച്ചിട്ടുണ്ട്. അപ്പൊ സർവജ്ഞനായ അള്ളാഹു മുൻകാല പ്രവാചകർക്ക് ഈ അറിവ് പറഞ്ഞു കൊടുക്കില്ല എന്ന് ശഠിക്കാൻ നമുക്ക് എന്ത് ന്യായം? പറഞ്ഞു കൊടുത്തൂടെ? സർവജ്ഞനായ അള്ളാഹുവിന് ഖുർആനിലുള്ള ഒരു അറിവ് മുൻകാലത്തെ നബിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതിൽ തർക്കണ്ടോ? തർക്കമില്ലല്ലോ. അപ്പൊ മുൻഗാമികൾക്ക് അറിയാത്ത അറിവ് ഖുർആനിൽ വേണമെന്ന ഇല്ലാത്ത ശാഠ്യം നമുക്ക് ആവശ്യമില്ല. ഖുർആനിലുള്ളതൊക്കെ മുൻകാലക്കാർക്ക് അറിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം? അപ്പൊ ചില ആൾക്കാർ ചോദിക്കും, അപ്പൊ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കോപ്പി അടിച്ചായിരിക്കുമല്ലോ എന്ന്. ആ ചോദ്യത്തിന് വേറെ മറുപടിയാണ്. അതിനുവേണ്ടി ഇല്ലാത്ത വാദം നമ്മൾ പറയേണ്ടതില്ല. എന്താണ് അതിന്റെ മറുപടി? മുൻഗാമികൾക്ക് ഒരുപാട് അറിവുകൾ ഉണ്ടായിരുന്നു. അതിൽ തെറ്റായ അറിവുകളുമുണ്ട്, ശരിയായ അറിവുകളുമുണ്ട്. എന്നാൽ ഖുർആനിലെ അള്ളാഹു സൂചിപ്പിച്ച അറിവുകൾ മുഴുവനും ശരിയാണ്. അത് മുൻഗാമികൾ അറിഞ്ഞാലും ശരിയാണ്, മുൻഗാമികൾ അറിഞ്ഞില്ലെങ്കിലും. മുൻഗാമികളുടെ അറിവിലുണ്ടായിരുന്ന തെറ്റായ വിവരങ്ങൾ ഖുർആനിൽ ഇല്ലാതാവുകയും, മുൻഗാമികളുടെ അറിവിൽ ഉണ്ടായിരുന്ന തെറ്റായ വിവരം കോപ്പി അടിക്കുമ്പോൾ അത് ശരിയാണോ തെറ്റാണോ എങ്ങനെ നോക്കുക? കോപ്പി അടിക്കുകയാണെങ്കിൽ മുഴുവൻ കോപ്പി അടിക്കണം. അപ്പൊ ഖുർആനിൽ മുൻഗാമികളുടെ അറിവുകളിലുള്ള ശരിയും തെറ്റും വേണം. പക്ഷെ ഖുർആനിൽ തെറ്റില്ലല്ലോ. അപ്പൊ നമ്മുടെ വാദം മുൻഗാമികൾക്ക് അറിയാത്തത് ഖുർആനിൽ ഉണ്ട് എന്നല്ല, മുൻഗാമികൾ അറിയട്ടെ അറിയാതിരിക്കട്ടെ, ഖുർആനിൽ ഉള്ളത് മുഴുവൻ ശരിയാണ് എന്നാണ് നമ്മുടെ വാദം. അത് തന്നെയല്ലേ അത്ഭുതം? കോപ്പി അടിച്ചതാണ് എന്ന വാദം എങ്ങനെ പ്രസക്തമാകുന്നു? കോപ്പി അടിക്കുകയാണെങ്കിൽ അക്കാലത്തെ എല്ലാ അറിവുകളും എടുക്കണം. അക്കാലത്തെ അറിവുകളിൽ നിന്നും പിൽക്കാലത്ത് തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ട അറിവുകൾ ഖുർആനിൽ ഇല്ല എങ്കിൽ അതിന്റെ അർത്ഥം ഖുർആനിൽ ഉള്ളത് മുഴുവൻ സത്യമാണ് എന്നാണ്. അത് നമ്മുടെ ഒരു അവകാശവാദമാണ്. ഖുർആൻ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്, ഇത് മറ്റൊരാളിൽ നിന്നാണ് അവതീർണമായത് എങ്കിൽ വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാ ലവജദു ഫീ ഇഖ്തിലാഫൻ കസീറ, ഇതിൽ നിങ്ങൾക്ക് അനേകം വൈരുദ്ധ്യങ്ങൾ കാണാമായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ വൈരുദ്ധ്യം ഉണ്ടാവോ? ഇപ്പൊ ഞാനൊരു പുസ്തകം എഴുതാന്ന് വിചാരിക്കുക, 1-ാമത്തെ പേജിൽ പറഞ്ഞതിന്റെ എതിര് 2-ാമത്തെ പേജിൽ എഴുതുവോ? ഇല്ലല്ലോ. അപ്പൊ വൈരുദ്ധ്യം ഇല്ലാത്ത കുറെ പുസ്തകങ്ങൾ ഉണ്ടാവും, പരസ്പര വൈരുദ്ധ്യം ഇല്ലാത്ത കുറെ പുസ്തകങ്ങൾ ഉണ്ടാവും. 1-ാമത്തെ പേജിൽ പറയാണ് ഗാന്ധിജിക്ക് മരിക്കുന്ന സമയത്ത് 10 വയസ്സായിരുന്നു. 2-ാമത്തെ പേജിൽ ഒരിക്കലും പറയില്ലല്ലോ ഗാന്ധിജിക്ക് മരിക്കുന്ന സമയത്ത് 20 വയസ്സായിരുന്നു എന്ന്. അത് അബദ്ധത്തിൽ പറ്റി പോകുന്നാകാം. അപ്പോ ഒരിടത്ത് പറഞ്ഞതിനോട് മറ്റൊരിടത്ത് വൈരുദ്ധ്യമില്ലെന്നല്ല അതിന്റെ അർത്ഥം, മറിച്ച് സത്യത്തിനോട് വൈരുദ്ധ്യമില്ലെന്നാണ്. ഖുർആനിലുള്ള ഒരു വരിയും യാഥാർത്ഥ്യത്തോട് പൊരുത്തക്കേടുണ്ടാകില്ല. അപ്പോൾ നമ്മൾ വിഷയത്തിലേക്ക് തിരിച്ചു വരുന്നു. എന്താണ് ഖുർആനും ശാസ്ത്രവും തമ്മിലുള്ള ബന്ധം? ശാസ്ത്രീയ സത്യങ്ങൾ സംഭവിപ്പിക്കുന്നവന്റെ വചനമാണ് ഖുർആൻ. ശാസ്ത്രീയ സത്യങ്ങൾ സംഭവിപ്പിക്കുന്നവന്റെ വചനമാണ് ഖുർആൻ. അതുകൊണ്ട് ശാസ്ത്രീയ സത്യങ്ങളും ഖുർആനും തമ്മിൽ വൈരുദ്ധ്യം ഉണ്ടാകില്ല. എങ്ങനെ വൈരുദ്ധ്യം ഉണ്ടാകും? ഞാനാണ് ഇത് സംഭവിപ്പിക്കുന്നത്, ഞാൻ പറയുകയാണ്, എങ്ങനെ തെറ്റും? പിന്നീട് നമ്മൾ കണ്ടെത്തുന്നതാണ് തെറ്റുക. ഞാൻ ചെയ്തതിനെ കുറിച്ച് ഞാൻ എഴുതി വയ്ക്കുന്നത് തെറ്റില്ലല്ലോ, പിന്നീട് കണ്ടെത്തുന്നതാണ് തെറ്റുക. ആ തെറ്റ് നാളെ തിരുത്തിയേക്കാം. അപ്പൊ ഖുർആനും ശാസ്ത്രവും തമ്മിലുള്ള ബന്ധം നമ്മൾ സൂറത്തുൽ ഫാത്തിഹയിലെ റബ്ബുൽ ആലമീൻ എത്തിയിട്ടേ ഉള്ളൂ. അവിടേക്ക് തിരിച്ചു വരാം. റബ്ബുൽ ആലമീൻ. അപ്പോൾ ഖുർആൻ
പ്രപഞ്ചത്തെക്കുറിച്ച് അതിന്റെ രഹസ്യങ്ങളെക്കുറിച്ച് പറയുന്നത് അതിന്റെ റബ്ബിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഈ സത്യം പിന്നീട് നിങ്ങൾ മനസ്സിലാക്കും, അപ്പോൾ നിങ്ങളുടെ ഈമാൻ വർദ്ധിക്കും എന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലാക്കരുത്. അർ-റഹ്മാൻ റഹീം, വീണ്ടും അള്ളാഹുവിനെ വിശേഷണങ്ങളെ ഓർമ്മപ്പെടുത്തി മാലിക് യൗമിദ്ദീൻ, പരലോകത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഖുർആനിൽ അനേകം വചനങ്ങൾ പരലോകത്തെക്കുറിച്ചുണ്ടാകും. ഇതിന്റെ വിശദീകരണാർത്ഥം അന്ത്യനാളിനെ കുറിച്ച് പറയും, സൂറിലെ കാഹളത്തിലെ ഊത്തിനെ കുറിച്ച് പറയും, പുനർജന്മത്തെ കുറിച്ച് പറയും, വിചാരണയെക്കുറിച്ച്, സ്വർഗ നരകങ്ങളെ കുറിച്ചുള്ള വചനങ്ങളൊക്കെ ഖുർആനിൽ ഉള്ളത് സൂറത്തുൽ ഫാത്തിഹയിലെ മാലിക് യൗമിദ്ദീൻ എന്ന വചനത്തിന്റെ വ്യാഖ്യാനമായി നമുക്ക് മനസ്സിലാക്കാം. ഇയ്യാക നഅ്ബുദു, നിന്നെ ആരാധിക്കുന്നു ഞങ്ങൾ. അപ്പോ മുസ്തഫൽ ഫൈസി ഉസ്താദിന്റെ ഖുർആൻ വ്യാഖ്യാനത്തിൽ മൂപ്പര് നമ്മളൊക്കെ ഇയ്യാക നഅ്ബുദുവിനെ നിന്നെ മാത്രം ആരാധിക്കുന്നു എന്ന് അർത്ഥം കൊടുക്കാറുണ്ടല്ലോ, അങ്ങനല്ലേ കൊടുക്കാറ്? നിന്നെ മാത്രം. അപ്പൊ മൂപ്പര് കൊടുത്തേക്കണ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു എന്നാ. അപ്പോ ആളുകളൊക്കെ വിമർശിച്ചു, കാരണം സുന്നികള് അള്ളാനെ മാത്രമല്ലല്ലോ ആരാധിക്കുന്നത്, അപ്പൊ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് മാത്രം അവർ അർത്ഥം കൊടുത്തു. അപ്പൊ ഉസ്താദിനോട് ഞാൻ ചോദിച്ചു, ഉസ്താദ് എന്താ എങ്ങനെ അർത്ഥം കൊടുത്തു? അപ്പൊ മൂപ്പര് പറഞ്ഞത് ആ വരിയിൽ അത്രേ ഉള്ളൂ, ഇയ്യാക നഅ്ബുദു എന്ന് പറഞ്ഞാൽ നിന്നെ ആരാധിക്കുന്നേ ഉള്ളൂ. പിന്നെ അള്ളാഹുവിനെ മാത്രമല്ലേ ആരാധിക്കാൻ പറ്റൂ, അത് തത്വമാണ്, അത് ഈ വരിയിലില്ല. ഏതുപോലെ അള്ളാഹുവിന്റെ പേര് കൊണ്ട് മാത്രമല്ലേ തുടങ്ങാൻ പറ്റൂ, അല്ലേ? അപ്പൊ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീമിന്റെ ശരിക്കുള്ള അർത്ഥം എന്താ കൊടുക്കേണ്ടത്? ഇരുലോകകാരുണ്യവാനായ അള്ളാഹുവിന്റെ മാത്രം നാമം കൊണ്ട്. പക്ഷെ അവിടെ നമ്മൾ മാത്രം കൊടുക്കണില്ലല്ലോ, കാരണം വരിയിലുള്ളതല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇയ്യാക നഅ്ബുദു, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. അതിന്റെ വിശദീകരണമാണ് ഖുർആനിലുള്ള ആരാധനയുമായി ബന്ധപ്പെട്ട വചനങ്ങളെല്ലാം. നിസ്കാരം നിലനിർത്തണം, നോമ്പ് നോൽക്കണം, ഹജ്ജ് ചെയ്യണം, മറ്റു സൽക്കർമ്മങ്ങളെ കുറിച്ചുമുള്ള ഖുർആനിലെ ആരാധനകളുമായി ബന്ധപ്പെട്ട വചനങ്ങളെല്ലാം ഇയ്യാക നഅ്ബുദു എന്നതിന്റെ വിശദീകരണമായി നമുക്ക് മനസ്സിലാക്കാം. വഇയ്യാക നസ്തഈൻ, നിന്നോട് ചോദിക്കുകയും ചെയ്യുന്നു ഞങ്ങൾ. ഖുർആനിലുള്ള ദുആകൾ, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുറത അഅ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. റബ്ബനാ, ഒരുപാട് ദുആകൾ ഖുർആൻ പറഞ്ഞത് ഈ വചനത്തിന്റെ വിശദീകരണമായി നമ്മൾ മനസ്സിലാക്കും. അല്ലെങ്കിൽ ഖുർആനിൽ ദുആ പറയാന്ന് പറയുമ്പോഴേ, ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളൊരു ഓഫീസിൽ പോയിട്ട് അപ്ലിക്കേഷൻ ഫോം എഴുതുമ്പോൾ ഈ അപ്ലിക്കേഷൻ ഫോം സ്വീകരിക്കേണ്ട ആള് തന്നെ ഫോർമാറ്റ് തന്നാൽ പിന്നെ അതുപോലെ തന്നെയല്ലേ എഴുതേണ്ടത്? ഞാനാണ് അപ്ലിക്കേഷൻ ഫോം സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ ഞാനൊരു ഫോർമാറ്റും തരികയാണ്, അപ്പൊ പിന്നെ അതുപോലെ എഴുതിയാൽ മതിയല്ലോ. അപ്പൊ ഈ ദുആ സ്വീകരിക്കുന്ന അള്ളാഹു തന്നെ പഠിപ്പിച്ചു തരും എങ്ങനെ ദോർന്നോ എന്നുള്ളത്. അപ്പൊ പിന്നെ നമ്മളത് ജീവിതത്തിൽ എന്തായാലും പതിവാക്കണം. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഖുർആനിന്റെ സൂറത്തുൽ ഫാത്തിഹയുടെ ഹൃദയത്തിലേക്ക് നമ്മൾ വന്നു. സന്മാർഗത്തിലേക്ക് ഞങ്ങളെ ചേർക്കണേ. കാരണം ഖുർആന്റെ ലക്ഷ്യം തന്നെ എന്താ? ഹുദൽ ലിന്നാസി, ജനങ്ങൾക്ക് സന്മാർഗം നൽകുക എന്നതാണ്. ഈ 23 വർഷം കൊണ്ട് പൂർത്തീകരിക്കപ്പെട്ട 114 അധ്യായങ്ങളിലായി 6236 വചനങ്ങളിലായി ക്രോഡീകരിക്കപ്പെട്ട വിശുദ്ധ ഖുർആന്റെ ലക്ഷ്യം ഹുദൽ ലിന്നാസ്, സന്മാർഗം നൽകലാണ് മനുഷ്യർക്ക്. അപ്പൊ സന്മാർഗത്തെക്കുറിച്ച് ഖുർആൻ പറയണം. ഖുർആൻ പറഞ്ഞു ഒരുപാടിടങ്ങളിൽ സന്മാർഗത്തെക്കുറിച്ച്, അത് നേടേണ്ടതിന്റെ അനിവാര്യതയെക്കുറിച്ച്. ആദ്യ പിതാവും ആദ്യ മാതാവും സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് മാറ്റി താമസിപ്പിക്കപ്പെടുന്ന സമയത്ത് നൽകിയ കൽപ്പന തന്നെ ഖുൽ നഹ്ബിതു മിൻഹാ ജമീഅ ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദാ ഫമൻ തബിഅ ഹുദാ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. നിങ്ങൾക്കിത് വന്നാൽ നിങ്ങളിത് സ്വീകരിക്കണം. ഈ സന്മാർഗ ലബ്ധി നിങ്ങൾക്കുണ്ടായാൽ, ഈ സന്ദേശം നിങ്ങൾ കണ്ടാൽ നിങ്ങളിതിനെ സ്വീകരിക്കണം. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, അത് അനുഗ്രഹീതരുടെ പാതയാണ്. ആ വചനത്തിന്റെ വിശദീകരണമാണ് ഖുർആൻ ചർച്ച ചെയ്ത പ്രവാചകരുടെ ചരിതങ്ങൾ, ലുഖ്മാനുൽ ഹക്കീം അടക്കമുള്ള സ്വാലിഹീങ്ങളുടെ ചരിതങ്ങൾ, മറിയം ബീവി അടക്കം ആസിയ ബീവി അടക്കമുള്ള മഹദിമാരുടെ ഒക്കെ ചരിത്രങ്ങൾ ഈ സിറാത്തൽ ലദീന അൻഅംത അലൈഹിം എന്നതിന്റെ വിശദീകരണമാണ്. ഗൈറുൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ, ഈ ശാപത്തിനും വഴികേടിനും പാത്രീഭൂതരായവരുടെ മാർഗവുമല്ല. അതിന്റെ വിശദീകരണമാണ് ഖുർആൻ പറഞ്ഞ ഇബ്ലീസിന്റെ ചരിത്രം, ഫിർഔന്റെ ചരിത്രം. അപ്പോൾ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫാത്തിഹയിലെ റബ്ബുൽ ആലമീൻ എന്ന വരിയിൽ നിന്നും ഖുർആനും ശാസ്ത്രവും തമ്മിലുള്ള ബന്ധം നമ്മൾ മനസ്സിലാക്കി. ഖുർആനും ശാസ്ത്രവും തമ്മിൽ പഠനം വളരെ കൗതുകകരമാണ്. എങ്ങനെയാണത് കൗതുകപ്പെടുത്താതിരിക്കുക?
ഇത് ഏതൊരു മനുഷ്യനും ഈ ട്രാപ്പിൽ പെട്ടുപോകും. കാരണം നമ്മളൊരു ശാസ്ത്രീയ സിദ്ധാന്തം പഠിച്ച് നേരെ ഖുർആനിലേക്ക് വരുമ്പോൾ അതിലേക്കുള്ള സൂചന കാണുകയാണ്. അപ്പൊ നമുക്ക് തോന്നുകയാണ് ഇത് തന്നെയാണ് ഈ വചനത്തിന്റെ അർത്ഥമെന്ന്. അപ്പൊ ഖുർആൻ ഒരു ശാസ്ത്ര പുസ്തകമല്ലെന്നും അത് മനുഷ്യർക്ക് സന്മാർഗം നൽകാനുള്ളതാണെന്നും പറഞ്ഞ് തടിയൂരാൻ നമുക്ക് കഴിയില്ല. കാരണം നമുക്കും തോന്നുന്നുണ്ടല്ലോ ചില ഖുർആനീക വചനങ്ങൾ ശാസ്ത്രീയ സത്യത്തോട് ചേരുന്നുണ്ടല്ലോ എന്ന്. ആ തോന്നലിനെ കൂടി നമ്മൾ മനസ്സിലാക്കിയിട്ട് ഈ വിഷയാവതരണം അവസാനിപ്പിക്കാം. ഒന്നാമത്തെ കാര്യം, ഈ തോന്നൽ നമുക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. അതായത് ബിഗ് ബാങ് തിയറി പഠിച്ച ഒരാൾ ഖുർആനിലേക്ക് വന്ന് സൂറത്തുൽ അംബിയയിലെ അവലം യറല്ലദീന കഫറു അന്നസ്സമാവാത വൽഅർള കാനതാ റതഖൻ ഫഫതഖനാഹുമാ എന്ന വചനം കാണുമ്പോൾ സത്യനിഷേധികൾ കാണുന്നില്ലേ, ഈ പ്രപഞ്ചം മുഴുവൻ ഒന്നു ചേർന്നു കിടന്നിരുന്നു, നാമാണ് അതിനെ വികസിപ്പിച്ച് പലതാക്കിയത് എന്ന് ഖുർആൻ പറയുമ്പോ അത് ബിഗ് ബാങ് തിയറിയെ കുറിച്ചാണല്ലോ എന്ന് തോന്നുക ബിഗ് ബാങ് തിയറി അല്ലേ? എന്നിട്ട് നമ്മൾ പറയാണ് ഇതിന്റെ അർത്ഥം ഈ ബിഗ് ബാങ് തിയറി ആണ് എന്ന് ബിഗ് ബാങ് തിയറി പഠിക്കാത്ത ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ഒന്നാമത് മനസ്സിലാക്കേണ്ടത് ഈ തോന്നൽ ഈ അറിവുള്ള നമുക്ക് മാത്രമേ ഉള്ളൂ. ഈമാൻ വർദ്ധിപ്പിക്കാം, പ്രശ്നമില്ല. പക്ഷെ ഈ വചനത്തിന്റെ അർത്ഥം ഇതാണ് എന്ന് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. കാരണം നാളെ ഈ തിയറി മാറും. എന്നാൽ നാളെ ഈ തിയറി മാറിയാലും ഖുർആൻ പറഞ്ഞതിന്റെ ആ വചനം ഇനി വരാൻ പോകുന്ന തിയറിയോടും സാദൃശ്യമുള്ളതുപോലെ അള്ളാഹു നമുക്ക് തോന്നിപ്പിച്ചു തരും. എന്താണ് ഖുർആനും ശാസ്ത്രവും തമ്മിലുള്ള വ്യത്യാസം? അള്ളാഹു മനുഷ്യന് ഒരുപാട് കഴിവുകൾ കൊടുത്തു, അന്വേഷണ ത്വര കൊടുത്തു, വിവേചന ബുദ്ധി കൊടുത്തു. ഇതുകൊണ്ട് മനുഷ്യനോട് അന്വേഷിക്കാൻ പറഞ്ഞു. പ്രപഞ്ചത്തിന്റെ തുടക്കം എങ്ങനെയാണ് എന്ന കാര്യത്തെക്കുറിച്ച് നീ ഭൂമിയിലൂടെ സഞ്ചരിച്ച് അന്വേഷിക്കുക എന്ന് പറഞ്ഞു. അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റുന്ന കാര്യങ്ങളിൽ അന്വേഷിക്കാൻ വേണ്ട കഴിവ് മനുഷ്യന് കൊടുത്തു, അന്വേഷിക്കാനുള്ള പ്രചോദനവും കൊടുത്തു. ഇനി നീ അന്വേഷിച്ച് കണ്ടെത്തിക്കോ. എന്നാൽ നിനക്ക് അന്വേഷിച്ച് കണ്ടെത്താൻ കഴിയാത്ത കാര്യങ്ങളുണ്ട്. മരണാനന്തരം എങ്ങനെ, സക്കറാത്ത് എങ്ങനെ, പരലോകം എങ്ങനെ, ധാർമ്മികത എന്ത്, ജീവിതം എങ്ങനെയാകണം, ഇതൊന്നും നിനക്ക് കണക്ക് കൂട്ടിയാലും കിട്ടില്ല, ടെലസ്കോപ്പിൽ നോക്കിയാലും കിട്ടില്ല, മൈക്രോസ്കോപ്പിൽ നോക്കിയാലും കിട്ടില്ല. അത് ഞാൻ നേരിട്ട് പറഞ്ഞു തരാം. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, ഞാൻ പറഞ്ഞു തരാം. പരലോകമുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്. നിനക്ക് അന്വേഷിക്കാനുള്ള കഴിവ് ഞാൻ തന്ന വിഷയത്തിൽ നീ അന്വേഷിച്ചോളൂ. തുൽസീറു ഫിൽ അർള്. അങ്ങനെയുള്ള അന്വേഷണങ്ങളുടെ കണ്ടെത്തലുകളുടെ ക്രോഡീകരണമാണ് ശാസ്ത്ര പഠനങ്ങൾ. അങ്ങനെയുള്ള മനുഷ്യൻ, ഞാനൊരു ആവേശം കണ്ടു ആ പരാമർശത്തിൽ. നമുക്കൊരു സാമ്യത തോന്നുന്നുണ്ടല്ലോ. ഖുർആനിൽ മേഘങ്ങളെ കുറിച്ച് പറഞ്ഞ വചനം പാരായണം ചെയ്യുമ്പോൾ മേഘങ്ങളെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനങ്ങൾ വായിച്ച ഒരാൾക്ക് മാത്രം തോന്നുന്ന സാമ്യതയുണ്ടല്ലോ. അതിനെങ്ങനെയാണ് നാം മനസ്സിലാക്കുക? അതിനെയും നിരാകരിക്കേണ്ടതില്ല. അവർക്ക് അള്ളാഹു നൽകുന്ന ഹിബത്താണ് ആ അറിവ്. അവർ അവരുടെ ഈമാനിനെ ആ അറിവ് കൊണ്ട് വർദ്ധിപ്പിക്കണം. മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചാവുകയും വേണം എന്ന് മാത്രം. എന്താണ് അതിന്റെ സാധ്യത? ഖുൽ അൻസലഹു അല്ലദീ യഅലമു സിർറ ഫിസ് സമാവാതി വൽ അർദ്. നമ്മൾ ബിഗ് ബാങ് തിയറിയെ കുറിച്ച് പഠിച്ച് അതിലൊരു PhD ഒക്കെ എടുത്തിട്ട് ഖുർആൻ ഇങ്ങനെ തുറന്നു നോക്കുമ്പോൾ ഖുർആൻ പറയാണ് അവലം യറല്ലദീന കഫറു അന്നസ്സമാവാത വൽ അർള കാനതാ റതഖൻ. അപ്പൊ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്, ഇതൊക്കെ അറിയണ അള്ളയാണല്ലേ ഈ ഖുർആൻ ഇറക്കിയെന്ന്. മനസ്സിലായോ? ആ റബ്ബിന് ഇതൊക്കെ അറിയാലേ എന്ന് ബോധ്യമായി വിനയാന്വിതനാകുന്ന ഒരു ആസ്വാദ്യകരമായ അനുഭവം മുഅ്മിനിനുണ്ടാകും. അതാണ് ഈ ശാസ്ത്ര താരതമ്യ പഠനങ്ങൾ കൊണ്ടുണ്ടാകേണ്ട ലക്ഷ്യം. ഞാൻ ഈ ഭൗതികമായ അറിവുകളൊക്കെ സമാഹരിച്ച് ഖുർആന്റെ മുൻപിൽ വരുന്ന സമയത്ത് ഇതെല്ലാം ആളാണല്ലേ ഇത് ഇറക്കിയത് എന്ന അറിവ് അത് എനിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം ഈ അറിവ് വേറൊരാൾക്കില്ല. അപ്പോൾ അത് അൻസലഹുല്ലദീ, ഈ ആകാശഭൂമികളുടെ രഹസ്യം മുഴുവൻ അറിയുന്നവനാണ് എന്ന അറിവ് നമുക്ക് ലഭിച്ച് സർവാധിപത്യത്തിന്റെ സർവജ്ഞാനത്തിന്റെ മുൻപിൽ വിനയാന്വിതനാകുക എന്ന ഒരു ലക്ഷ്യം ഈ ഖുർആൻ ശാസ്ത്ര താരതമ്യ പഠനങ്ങൾ കൊണ്ടുണ്ടാകും. പക്ഷെ ഒരിക്കലും ഖുർആൻ സത്യമായത് ശാസ്ത്രീയ സത്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് എന്ന് പറയേണ്ടതില്ല, എന്ന് പറയാൻ പാടുള്ളതുമല്ല. മറിച്ച് ഖുർആൻ സത്യമാണ്, അതുകൊണ്ട് ഖുർആൻ പ്രപഞ്ചത്തെക്കുറിച്ച് പറഞ്ഞതും സത്യമാകും. കാരണം ഈ ശാസ്ത്രീയ സത്യങ്ങൾ സംഭവിപ്പിക്കുന്നവന്റെ വചനങ്ങളാണ് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ഖുർആനിൽ സത്യത്തിന് വിരുദ്ധമായ ഒന്നും ഉണ്ടാകില്ല.
ചിലപ്പോൾ ഇന്നത്തെ ശാസ്ത്രത്തിന്റെ കണ്ടെത്തലുകൾക്ക് വിരുദ്ധമായത് ഖുർആനിലുണ്ടാവും. കാരണം ഇന്നത്തെ കണ്ടെത്തൽ നാളെ തിരുത്തും. ശാസ്ത്രത്തിന്റെ ചരിത്രം അതാണ് നമുക്ക് സൂചിപ്പിച്ചു തരുന്നത്. നാളെ തിരുത്തും. അപ്പൊ ഇന്ന് ശാസ്ത്രീയമായ ഒരു കണ്ടെത്തൽ ഖുർആനിന് വിരുദ്ധമായി വന്നു. വി ഹാവ് നോ ടെൻഷൻ. കാരണം ശാസ്ത്രത്തിന്റെ ചരിത്രം അതാണ്. നമുക്കറിയാം ഖുർആൻ സത്യമാണ്. ഖുർആൻ സത്യമായത് അതിൽ ചില ശാസ്ത്രീയ സത്യങ്ങൾ ഉള്ളത് കൊണ്ടല്ല. അതാണ് ഞാൻ അടിവരിട്ട് പറയുന്നത്. ഖുർആൻ സത്യമായത് അത് സത്യസന്ധരായ പ്രവാചകത്വം അമാനുഷികതകൾ കൊണ്ട് സ്ഥിരപ്പെട്ട പ്രവാചകനിൽ നിന്നും കൃത്യമായി ക്രോഡീകരിക്കപ്പെട്ട അള്ളാഹുവിന്റെ വചനമാണ് എന്നതുകൊണ്ടാണ്. എന്തുകൊണ്ട് ഖുർആൻ സത്യമാണ്? ഒന്ന്, അള്ളാഹു ഉണ്ട്, ഈ പ്രപഞ്ചത്തിന് ഒരു തമ്പുരാനുണ്ട് എന്ന കാര്യം സത്യമാണ്. രണ്ട്, മനുഷ്യരിൽ നിന്നും പ്രവാചകരെ തിരഞ്ഞെടുക്കുന്ന രീതി സ്വീകരിച്ച ആ റബ്ബ് തആല അന്ത്യദൂതരായി മുഹമ്മദ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനായി നിശ്ചയിച്ചു എന്നതാണ്. അത് സത്യമാണ്. അത് നമുക്ക് തെളിയിക്കാൻ മറ്റു വഴികളുണ്ട്. മൂന്ന്, ഈ അള്ളാഹുവിൽ നിന്ന് ഈ റസൂൽ എത്തിച്ചു തന്നതാണ് ഈ ഖുർആൻ. ഈ റസൂൽ സ്വന്തം എഴുതിയതല്ല. ഈ അള്ളാഹുവിൽ നിന്ന് ഈ റസൂൽ എത്തിച്ചു തന്നതാണ്. ആ ഖുർആനാകട്ടെ തെറ്റാതെ, പിഴവ് പറ്റാതെ, കൂട്ടിക്കടത്തലില്ലാതെ നമ്മുടെ മുമ്പിൽ സുരക്ഷിതമായി കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്തു. ഇതുകൊണ്ടാണ് ഖുർആൻ സത്യമാകുന്നത്. ഞാൻ ആവർത്തിക്കുന്നു, എന്തുകൊണ്ടാണ് ഖുർആൻ സത്യമാകുന്നത്? പോയിന്റ് നമ്പർ 1, അള്ളാഹു ഉള്ളത് കൊണ്ട്. 2, മുഹമ്മദ് നബി അള്ളാഹുവിന്റെ റസൂലായതുകൊണ്ട്. 3, അള്ളാഹുവിൽ നിന്ന് അവതീർണമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്തിച്ചു തന്ന അതേ ഖുർആനാണ് നമ്മുടെ മുമ്പിൽ ഇന്നുള്ളത് എന്നതുകൊണ്ട് ഖുർആൻ സത്യമാണ്. ഖുർആൻ സത്യമായതുകൊണ്ട് ഖുർആനിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ സത്യമാകും. ചില സത്യങ്ങൾ ശാസ്ത്രീയമാകും. അത് ഇന്നത്തെ പഠനങ്ങളോട് ചിലപ്പോൾ യോജിച്ചു വരും, ചിലപ്പോൾ യോജിക്കാതെ വരും. യോജിക്കാതെ വന്നാൽ അടുത്ത തലമുറ അത് തിരുത്തും. ഇന്നത്തെ ഖുർആനിലുള്ള ഒരു കാര്യത്തിന് വിരുദ്ധമായ ഒരു ശാസ്ത്രീയ സിദ്ധാന്തം വന്നാൽ തന്നെ നമുക്കതിൽ ടെൻഷനില്ല. നമുക്കറിയാം ഖുർആൻ സത്യമാണ്. ഈ ശാസ്ത്രമാകട്ടെ നിരന്തരം പരിഷ്കരിക്കും. ഖുർആനിനുള്ളത് എതിരായത് ശാസ്ത്രത്തിലുണ്ടെങ്കിൽ നാളെ തിരുത്തും. അത് നമ്മുടെ ഈമാൻ നഷ്ടപ്പെടാനുള്ള കാരണമാകാൻ പാടില്ല. കാരണമാകുന്നുണ്ട്. അത് ഖുർആൻ എന്നത് സത്യമാകുന്നത് ശാസ്ത്രമുള്ളത് കൊണ്ടാണ് എന്ന തെറ്റിദ്ധാരണ ഉള്ളത് കൊണ്ടാണ്. അത് നാം മാറ്റുന്നു. ഖുർആൻ സത്യമായത് അള്ളാഹു അവന്റെ റസൂൽ വഴി എത്തിച്ചു തന്നു എന്നതുകൊണ്ടാണ് എന്ന് മാത്രം പറഞ്ഞ് ചുരുങ്ങിയ സമയമാണ്. നിങ്ങൾ ആവേശത്തോടെ ഇരിക്കുന്നത് കാണുമ്പോൾ പറഞ്ഞതിൽ പകുതിയെങ്കിലും മനസ്സിലായി എന്ന പ്രതീക്ഷയുണ്ട്. ഇനി അവസാനം ചോദ്യോത്തരത്തിന് സമയവുമുണ്ട്. ജസാക്കുമുല്ലാഹ് ഖൈറൻ. അസ്സലാമു അലൈക്കും. ഖുർആൻ സയൻസ് നമ്മുടെ മഹത്തായ ഈ സംഗമം മുന്നോട്ട് പോവുകയാണ്. നിങ്ങൾ ഈ സംസാരം കേൾക്കുമ്പോഴും അല്ലെങ്കിൽ ഏതെങ്കിലും പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റു പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ പല ഡൗട്ടുകളും നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവാം. പലവരും ചിലത് ചോദിക്കില്ല, ചിലത് അതിങ്ങനെ മനസ്സിൽ അന്വേഷിക്കണമെന്നൊരാഗ്രഹമുണ്ടാവും. അതിനിതാ ഒരു അവസരം ഖുർആൻ ട്രൂത്ത് വേ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഡോക്ടർ സാലിം ഫൈലിയുടെ വളരെ നല്ല ഒരു, നിങ്ങൾക്കൊക്കെ അറിയാം, നല്ല പ്രഭാഷണം ഉണ്ടാവും. എല്ലാം കഴിഞ്ഞതിന് ശേഷമേ പോകാൻ പറ്റൂ. ചോദിച്ചോളൂ, എന്തെങ്കിലും ചോദിക്കാനുള്ള ചോദിക്കും. അസ്സലാമു അലൈക്കും. ഇതിലിപ്പോ ചോദിക്കാനൊന്നുമില്ല. വളരെ വ്യക്തമായി നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ബിഗ് ബാങ് തിയറിയെ കുറിച്ച് തന്നെ നമുക്കറിയാം. നമ്മൾ പഠിച്ച ആളുകൾക്ക് അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയ ആളുകൾക്കാണ് അത് മനസ്സിലാകുന്നത്. ഞാൻ അത് പഠിച്ചുകൊണ്ടാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഞാനും കുഞ്ഞോമ്മ സാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. കുഞ്ഞോമ്മ സാർ സ്റ്റേജിലിരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് കഴിഞ്ഞ ആൾക്കാരാണ്. പഴയ കാലത്ത്, ഇപ്പോഴൊന്നുമല്ല. അന്ന് ഞങ്ങൾ വിവിധ രീതിയിലുള്ള അറിവുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ്. അപ്പം അതിൽ ജദ്ക മെത്തേഡ്, അതുപോലെ തന്നെ ഹലാൽ മെത്തേഡ്, ഈ 2 മെത്തേഡുകൾ തമ്മിലുള്ള വ്യത്യാസം ഞങ്ങൾ പഠിച്ചപ്പോഴാണ് സുബ്ഹാനല്ലാഹ് ഇത് നമ്മളെ ശരീഅത്ത് പറഞ്ഞാണല്ലോ ശരി എന്നുള്ളത് നമ്മൾ മനസ്സിലാകുന്നത്. കാരണം ഈ ഹലാൽ മെത്തേഡ് കൊണ്ട് അതുകൊണ്ട് അതിൻ്റെ ഗുണങ്ങളും മാംസത്തിന് ഉണ്ടാകുന്ന മെച്ചങ്ങളും ഗുണങ്ങളൊക്കെ ശാസ്ത്രം നമ്മളെ പഠിപ്പിച്ചു തരാണ്. അപ്പം നമ്മളതിൻ്റെ ആളുകളായതുകൊണ്ട് നമ്മൾ സുബ്ഹാനല്ലാഹ് നമ്മൾ അവിടെ അത്ഭുതപ്പെടുകയാണ്.
അപ്പോൾ അങ്ങനെ ഉള്ളത് ശാസ്ത്രീയമായുള്ള രീതിയിലുള്ള പഠനങ്ങൾക്ക് വരുമ്പോഴാണ് നമുക്ക് ഇത് മനസ്സിലാകുന്നത് എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ശാസ്ത്രം പഠിച്ച ആളുകൾക്ക് അതൊരു അടിസ്ഥാനമായിട്ട് തോന്നും. അല്ലാതെ ശാസ്ത്രത്തിന് വേണ്ടിയാണ് ഖുർആൻ എന്നുള്ളത് അല്ല എന്നുള്ളത് ഉസ്താദ് വളരെ വിശദമായിട്ട് വിശദീകരിച്ചു. അതുകൊണ്ട് സംശയങ്ങളും ചോദിക്കാല്ല, അഭിപ്രായം മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ഈ പറഞ്ഞതിൽ തന്നെ നമ്മുടെ അറിവ് രീതിയാണ് ശരി എന്ന് മനസ്സിലാക്കാൻ ശാസ്ത്രം വേണ്ട. നമ്മുടെ അറിവ് രീതിയാണ് ശരി. കാരണം എന്താ? ശരീഅത്തിൽ അതാണുള്ളത്. അത് അല്ലാഹ് ഉണ്ട്, റസൂൽ ഉണ്ട്, എങ്കിൽ ഇതാണ് ശരി. ഈ ശരിയുടെ പൊരുൾ നമുക്ക് കൂടുതൽ ബോധ്യമാവുകയാണ്, ഈ നിയമത്തിന്റെ പ്രസക്തി കൂടുതൽ ബോധ്യമാവുകയാണ് ഈ പഠനങ്ങളിലൂടെ. ഈ നിയമം ശരിയാണ് എന്ന് നമുക്കൊരിക്കലും ഈ പഠനങ്ങളിലൂടെ ബോധ്യമാവേണ്ട ആവശ്യമില്ല. അത് ഈ പഠനങ്ങൾ ഇല്ലെങ്കിലും ഇത് സത്യം തന്നെയാണ്. ഇനി ശാസ്ത്രീയമായിട്ട് ഇസ്ലാമിലെ നോമ്പ് കൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് വന്നാലും നോമ്പ് സത്യമാണ്. കാരണം അത് അള്ളാഹു റസൂലോട് പഠിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പൊ നോമ്പാകുമ്പോൾ പുതിയ പഠനങ്ങൾ വരും, നോമ്പ് കൊണ്ട് കുറെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ആയിക്കോട്ടെ, ഞങ്ങളത് ത്യാഗത്തിന്റെ ഭാഗമായി ചെയ്യുകയാണ്, ഞങ്ങളത് അള്ളാഹുവിനോടുള്ള ആരാധനയുടെ ഭാഗമായി ചെയ്യുകയാണ്. അല്ലാണ്ട് ആരോഗ്യത്തിന്റെ ഗുണത്തിന് വേണ്ടി ചെയ്യുകയല്ല. ആരോഗ്യത്തിന്റെ ഗുണമില്ല എന്നല്ല, ഗുണങ്ങൾ ഉണ്ടാകാം. ഗുണങ്ങൾ ഇല്ലെങ്കിൽ തന്നെ നോമ്പ് സത്യമാണ് എന്ന ഒരടിസ്ഥാനം നമ്മിലുണ്ടാവണം എന്ന് പറഞ്ഞ് കൂടുതൽ ചോദ്യങ്ങളില്ലാത്തതുകൊണ്ട് വിഷയം അവസാനിപ്പിക്കും.